ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്കമായി നെയ്യമൃത സംഘങ്ങൾ അക്കരെ കൊട്ടിയൂരിലെത്തി നെയ്യാട്ടം നടത്തിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. ഇടവ മാസത്തെ ചോതി മുതൽ മിഥുന മാസത്തെ ചിത്തിര വരെയുള്ള 28 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് കൊട്ടിയൂരിലെ ഉത്സവം. ദിവസങ്ങളോളം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് നെയ്യമൃത സംഘങ്ങൾ കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചത്. മുതിരേരിക്കാവിൽ നിന്ന് എഴുന്നള്ളിച്ചെത്തിക്കുന്ന മുതിരേരിവാൾ കൊട്ടിയൂരിൽ എത്തിയതോടെയാണ് നെയ്യാട്ടത്തിനുള്ള ചടങ്ങുകൾ ആരംഭിച്ചത്. മുതിരേരിവാൾ എത്തിയതിനു ശേഷം ക്ഷേത്രസ്ഥാനികർ അക്കരെ കൊട്ടിയൂരെത്തി മണിത്തറയിൽ ചോതിവിളക്ക് തെളിയിച്ച ശേഷമാണ് നെയ്യാട്ടം ആരംഭിച്ചത്. ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. അതേസമയം കൊട്ടിയൂരിലെ പ്രസാദമായ ഓടപ്പൂവിന് ഇത്തവണ വില കൂടും. കനത്ത വേനലിനെ തുടർന്ന് ഓടയ്ക്ക് ക്ഷാമം നേരിട്ടതാണ് പ്രധാന കാരണം. പണിക്കൂലിയും തറവാടക കൂടിയതും വില വർധനവിന് കാരണമായെന്ന് കച്ചവടക്കാർ പറയുന്നു. വില കൂടുതലാണ്, സാധനം കിട്ടാൻ വളരെ ക്ഷാമമാണ്. ഇപ്പം നമുക്ക് മഴയില്ലാത്തതുകൊണ്ട് വളരെ വിരളമാണ്. പണ്ടൊക്കെ ഈ അടുത്ത സ്ഥലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ നിലമ്പൂരിൽ നിന്ന് വരെ ഇപ്പോൾ ഈ സാധനം കൊണ്ടുവരുന്നുണ്ട്. കാരണം ഇവിടെ മഴയില്ലാത്തതുകൊണ്ട് ഒരു സംഗതി ഇല്ല. അപ്പം ഇത് കൊത്താനുള്ള എക്സ്പെൻസ് കൂടുതൽ, ഇവിടെ ദൂര സ്ഥലങ്ങളും അത് ഒരുപാട് ബാധ്യതയാവും. നമുക്ക് ചിലവുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പം പണിക്കാരുടെ കാശൊക്കെ ആയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടില്ല. ഇപ്പം സാധാരണ അപേക്ഷിച്ച് ഇപ്പം പൂ കൂടുന്നതാണ്, ഇപ്പം വളരെ കുറവാണ് ഇപ്പം ഈ ദിവസങ്ങളിൽ. ഇനി വരും ദിവസങ്ങളിൽ മഴ പെയ്തത് കൊണ്ട് ചിലപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിലയൊക്കെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതിൻ്റെ തറവാടകയായാലും പണിക്കാരുടെ കൂലിയായാലും ഒരുപാട് കൂടുതലായി ഇപ്പം. അപ്പോൾ അതനുസരിച്ച് അത്യാവശ്യം വിലയുണ്ട് ഇപ്രാവശ്യം. നമുക്ക് ആൾക്കാരെ പണിക്കാരില്ലാതെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് കാശ് കൊടുക്കാൻ ചെയ്യാൻ പറ്റത്തില്ല. ക്ഷാമമായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും അന്നദാനത്തിനുള്ള സൗകര്യവും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. മെയ് 23 മുതൽ സ്ത്രീ ഭക്തജനങ്ങൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം അനുവദിക്കും. അമൃത ന്യൂസ്, കണ്ണൂർ.